ജന്മാദ്യസ്തോന്നയാതിതരതച്ചാർത്ഥേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവഹേ മുഖ്യന്തിയ ചൂരയ തേജോ വാരിമൃതാം യഥാവിനിമയോ എത്രത്തി സർഗോമുഷ ധാംന സേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്തതിനെയാണ് വർണ്ണിച്ചത്. ദദ്യോ മുകുന്ദാംഗ്രി അനന്യഭാവോ, മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് സർവസംഘവും ഉപേക്ഷിച്ച് പാണ്ഡവേയനായിരിക്കുന്ന പരീക്ഷിത്ത് ഗംഗാതീരത്തെത്തി. ഇത് വ്യവച്ഛിദ്യസമാണ്ഡവേയ പ്രായോപവേശം പ്രതി വിഷ്ണുവതി ഗംഗ. ആ ഗംഗയിൽ ദദ്യോ മുകുന്ദാംഗ്രി അനന്യഭാവോ, എല്ലാ ചിന്തകളെയും വെടിഞ്ഞ് മുകുന്ദപാദത്തെ ചിന്തിച്ച് മുനിവ്രതോ മുക്ത സമസ്ത സംഘ, എല്ലാ സംഘത്തിൽ നിന്നും മുക്തനായി സംഘം വിട്ടു മുനിയെപ്പോലെ വ്രതനിഷ്ഠയോടുകൂടി ഈശ്വരനെ ധ്യാനിച്ചു. അപ്പോഴാണ് ശുഗമഹർഷിയുടെ വരവ്. തത്രോപജഗ്മുർഭുവനം പുരാന മഹാനുഭാവ മുനയസ്സ ശിഷ്യ പ്രായേണ തീർത്ഥാഭിഗമാപദേശേ സ്വയം തീർത്ഥാനി പുനന്തി സന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തെ പുനാന ശുദ്ധമാക്കി തീർക്കുന്നവരും മഹാനുഭാവ മഹത്തുക്കളുമായ മുനികൾ ശിഷ്യന്മാരോടുകൂടി അവിടെ വന്നു. കുറച്ച് ശിഷ്യന്മാരോട് കൂടിയിട്ട് മഹർഷിമാർ പലരും അങ്ങനെ വരും ഗംഗാതീരത്ത്. സത്തുക്കൾ പ്രായണ മിക്കവരും തീർത്ഥാഭിഗമാപദേശ, തീർത്ഥസ്നാനം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ വ്യാജത്തോട് കൂടിയിട്ട് എന്തുണ്ടാവും? ഇവിടെ ഒരു രസം പറയണം, തീർത്ഥങ്ങളെ തന്നെ ശുദ്ധമാക്കുന്നു. അവർക്കിപ്പോൾ ഈ തീർത്ഥസ്നാനം ചെയ്തിട്ടൊന്നും കിട്ടാനില്ല. നമ്മളെ പോലെ തീർത്ഥസ്നാനം ആവശ്യമാണ് എന്നൊരവസ്ഥ. ഒരു ഘട്ടം കഴിഞ്ഞതൊന്നും ആവശ്യം. ഈ ക്ഷേത്ര ദർശനം, തീർത്ഥസ്നാനം ഇതുകൊണ്ടല്ല സത്യത്തിൽ ശുദ്ധി അല്ലെങ്കിൽ മേന്മ ഉണ്ടാവുന്നത് എന്ന് ഭാഗവതം കൊണ്ട് പഠിക്കണം. അല്ല പിന്നെ ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഓടുക, ക്ഷേത്രത്തിലേക്ക് ഒരിക്കലും പോകരുത് എന്നല്ല പറയണത്. നേരത്തെ അമിത പ്രാധാന്യം കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയില്ല, അങ്ങനെ ആയാലേ ഉള്ളൂ എന്നില്ല. അതൊക്കെ സാധാരണക്കാർക്ക്. ഭാഗവതമൊക്കെ എടുത്തു കഴിയുമ്പോൾ അതൊക്കെ പോവാം, തൊഴുകാം, നല്ലതാണ്. അതവിടെ മഹാന്മാർ പോയി എന്ന് പറയുന്നു. പക്ഷെ അതിനല്ല, പിന്നെ ആ പ്രാധാന്യം അതിനില്ല. എവിടേക്കെങ്കിലും പോണതിന് പകരം ഭേദം ക്ഷേത്രത്തിൽ പോവുകയാണല്ലോ, അത്രയേ ഉള്ളൂ. അതവിടെ എന്തെങ്കിലും നല്ലത് കേൾക്കിച്ചിട്ടാണ്. അപ്പം അതില്ലേ ക്ഷേത്രത്തിൽ എവിടെ കുഴപ്പം വരണതൊക്കെ. എന്തിനാ പണ്ട് പോയിരുന്ന മഹത്തുക്കളെ വല്ല ഭാഗവതം കേൾക്കാനോ ഗീത കേൾക്കാനോ സഹസ്രനാമം ചേർന്ന് കേൾക്കാനോ നല്ല ആൾക്കാരുടെ സൽക്കർമ്മം കാണുകയെങ്കിലും ചെയ്യാലോ, വേദോച്ചാരണം ഉണ്ടാവും. അപ്പം അതൊന്നും ഇല്ലാണ്ടായിരിക്കണോ? അമ്പലത്തിൽ സപ്താഹം നടത്തട്ടെ ചോദിച്ചു, അയ്യോ ഇതിനൊക്കെ ഭയങ്കര ചിലവാവും. ആനയെ കൊണ്ടുവരാനും പടക്കം പൊട്ടിക്കാനും ലക്ഷങ്ങൾ ചിലവാക്കാനും ഒരു മടിയില്ല താനും. അതിന് എന്താ വെറുതെ കിട്ടുമോ? അതൊക്കെ ഇതിന് ചിലവാണ്, അത് നടക്കില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയണത്? ക്ഷേത്രത്തിനൊന്നും പ്രാധാന്യം ഇല്ലാണ്ടാവുകയാണ്. അതുകൊണ്ട് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണത്? അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെയുള്ള ഓട്ടമല്ല വേണ്ടത്. ഈ മഹർഷിമാരും മഹാന്മാരും തീർത്ഥസ്നാനം ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അവർ തീർത്ഥങ്ങളെ തീർത്ഥങ്ങളാക്കി മാറ്റുന്നു. അവർ തീർത്ഥത്തിന് അത്രേ ഗുണം. ഇവരൊക്കെ അതിൽ മുങ്ങിയ തീർത്ഥത്തിൽ കുളിച്ച ഗുണം തീർത്ഥങ്ങൾക്കാണെന്ന്. സ്വയം ഹി തീർത്ഥാനി പുനന്തി സന്ത സജ്ജനങ്ങൾ തീർത്ഥങ്ങളെ ശുദ്ധമാക്കുന്നു. കാരണം അവർക്ക് ഇതുകൊണ്ടൊരു ശുദ്ധിയൊന്നും കിട്ടേണ്ട ആവശ്യം ഇല്ല. അപ്പം അങ്ങനെയുള്ള മഹർഷിമാർ സജ്ജനങ്ങളോട് തുഷ്യന്മാരോട് കൂടി വന്നു. അവിടെ വന്നവരാരൊക്കെയാന്ന് പറയണം. വസിഷ്ഠച്ചവനശരദ്വാനരിട്ടനേമിർ പുരങ്കിരാശ്ചാപരാശരോഗാദിസുധോധരാമ ഉദത്ത ഇന്ദ്രപ്രമദേത്മവാഹോ. പേരെന്നെ ഉള്ളൂ, അർത്ഥം പറയാനില്ല. അത്രി വസിഷ്ഠൻ ചവന മഹർഷി അവനാണ്. ശരദ്വാദ് അരിഷ്ടനേമി ഭൃഗു
അങ്കിരസ് പരാശരൻ ഗാതിസുതനായ പരശുരാമൻ. ഗാതിസുതോ അധരാമോ ചവക്കട്ടോ. ഗാതിസുതൻ, ഗാദിയുടെ മകനാണ് പരശുരാമൻ. ഉദത്യൻ, ഇന്ദ്രപ്രമഥൻ, ഇന്മവാഹൻ. ഇവരൊക്കെ വന്നത് മേധാതിദേവല ആട്ടിഷേണോ ഭാരദ്വാജോ ഗൗതമപ്പിപ്പലാദ. ഭരദ്വാജൻ്റെ പുത്രൻ ഭരദ്വാജൻ തന്നെയാണ്. ഭരദ്വാജോ ഗൗതമൻ പിപ്പലൻ. മൈത്രേയ ഔർവക്കവഷക്കുംഭയോനെ ദൈവായനോ ഭഗവാൻ നാരദശ്ച. മൈത്രേയനുണ്ട്, ഔർവനുണ്ട്. കവഷൻ അഗസ്ത്യനാണ് കുംഭയോനി. ദൈവായൻ വ്യാസനും. ഭഗവാൻ നാരദശ്ച നാരദനും. അന്യേച ദേവർഷി ബ്രഹ്മർഷി വര്യ രാജർഷി വര്യ അരുണാദയശ്ച. ബ്രഹ്മർഷി, ദേവർഷി, രാജർഷി, ഈ 3 കൂട്ടക്കാരുണ്ട് ഋഷിമാരിൽ. ദേവർഷിയാണ് നാരദൻ, രാജർഷിയാണ് ജനകൻ, ബ്രഹ്മർഷിയാണ് വാസിഷ്ഠൻ. ഇതൊക്കെ ഒത്തിരി ഗ്രേഡിൻ്റെ മാറ്റങ്ങളാണ്. ദേവർഷി, ബ്രഹ്മർഷി, രാജർഷി വര്യ എല്ലാ തരക്കാരും അവിടെ വന്നു. അരുണാദയന്മാർ, അരുണൻ മുതലായിട്ടുള്ളവർ, നാനാ ഋഷേയപ്രവരാൻ, ഋഷിശ്രേഷ്ഠന്മാർ സമേതാൻ അഭ്യർച്ചരാജാ ശിരസാവവന്ദേ. മഹാരാജാവ് മഹർഷിമാരെയൊക്കെ നല്ലോണാണ് പൂജിച്ചു. ശിരസ്സുകൊണ്ട് ശിരസാവവന്ദേ വന്ദിച്ചു. സുഗോപവിട്ടേഷതേഷു ഭൂയ കൃതപ്രണാമ സജിഗീഷിതം വിജ്ഞാപയാമാസ വിവിക്തചേതാ ഉപർത്തിതഗ്രേ അഭിഗൃഹീതപാണി. തേഷു സുഗോപവിഷ്ടേഷു, സുഖമായി ഇരുന്ന ശേഷം, ഭൂയ കൃതപ്രണാമ, നമസ്കാരത്തോടു കൂടിയവനും, അഭിഗൃഹീതപാണി, യോജിക്കപ്പെട്ട കൈകളോടുകൂടി അഞ്ജലി കൂപ്യ ബന്ധത്തോടു കൂടിയവനായിട്ടും, വിവിക്തചേത, ശുദ്ധമായിട്ടുള്ള ചേതസ്സോടു കൂടിയവനും, അഗ്രേ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ഉപസ്ഥിത സമീപത്തിരിക്കുന്നവനുമായിട്ട് യാതൊരു ചികീഷിതം അവൻ്റെ മനോരഥത്തെ അറിയിച്ചു. 2 കൈയും കൂപ്പിയിട്ട് തൻ്റെ മനോഗതം ആ പരീക്ഷിത്ത് അവരെ അറിയിച്ചു. കൃതപ്രണാമസ്ത ചികീർഷിതൽ വിജ്ഞാപയാമാസ, അറിയിച്ചു. ശുദ്ധമായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ട് വിവിക്ത ചേത വിജ്ഞാപയാമാസ. ഉപർത്തിത അഗ്രേ അഭിഗൃഹീതപാണി, 2 കൈ കൊണ്ടും കൂപ്പി മനസ്സിലുള്ള കാര്യം മഹർഷിമാരോട് പറഞ്ഞു. രാജോവാച അഹോ വയം ധന്യതമാ നൃപാണാം മഹത്തമാനുഗ്രഹണീയശീല രാജ്ഞാങ്കുലം ബ്രാഹ്മണപാദശൗചാ ദൂരാത്മിസിഷ്ടം ബദഗർഹ്യകർമ്മം. പറയണം, അഹോ വളരെ ആശ്ചര്യം. മഹത്തമാനുഗ്രഹണീയശീല, മഹത്തന്മാരാൽ അനുഗ്രഹിക്കപ്പെടുവാൻ യോഗ്യമായ സ്വഭാവത്തോടു കൂടിയ ഞങ്ങൾ, നൃപാണാം രാജാക്കന്മാരുടെ മധ്യത്തിൽ, നൃപാണാം മധ്യേ രാജാക്കന്മാരുടെ മധ്യത്തിൽ, ധന്യതമാ അത്യന്തം ധന്യന്മാർ, ഗൃഹകർമ്മ ഗർഹ്യകർമ്മ നിന്ദിക്കത്തക്ക കർമ്മത്തോടു കൂടിയ കുലം, രാജവംശം. അപ്പം അത് പറയണ ജലത്തേക്കാൾ ദൂരത്തിൽ വിസർജിക്കപ്പെടുന്നതാകുന്നു. ഏറ്റവും മഹാന്മാരുടെ അനുഗ്രഹം സിദ്ധിക്കാൻ തക്കം വ്യാപാരമുള്ളതായിട്ടുള്ള ഞങ്ങൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠരായി ഇപ്പോൾ ഭവിച്ചു. കാരണം നിങ്ങളെ കാണാൻ സാധിച്ചുല്ലോ എന്നുള്ളതിനെ പറയുകയാണ്, അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ വളരെ ശ്രേഷ്ഠരായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസയില്ല, മഹർഷിമാരെ പ്രശംസയാണ്. എന്താ കാരണം? നിങ്ങളുമായിട്ടുള്ള സംഗമം ഉണ്ടാവാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അത് അവരെയല്ലേ ശരിക്കും കീർത്തിക്കുന്നത്, എൻ്റെ ആത്മപ്രശംസയില്ല. ഞങ്ങൾ ശ്രേഷ്ഠരായി നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ കാരണം. ശ്രേഷ്ഠത ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ കാരണം. എന്നെപ്പോലെ നിന്ദ്യമായ കർമ്മത്തെ നടത്തുന്ന രാജാക്കന്മാരുടെ വംശം, ചത്തപാമ്പിനെ കഴുത്തിലിടുക, അതൊക്കെയാണല്ലോ ചെയ്തത്. രാജാക്കന്മാർ പൊതുവേ കുറേ കൃത്യങ്ങളും ശരിയല്ലാത്ത അധർമ്മവും ചെയ്യേണ്ടി വരുന്നതാണ് ഒരു രാജാവിന്. അങ്ങനെയുള്ളവരുടെ വംശം ദൂരെ കളയേണ്ടതായ നിന്ദ്യമാണ്. ശരിക്കും ഒരാഴ്ച നിന്ദ്യയാണ്. പക്ഷെ ഇപ്പം അത് തന്നെയായി നിങ്ങളുമായിട്ടുള്ള ചേർച്ച കൊണ്ട്. ബ്രാഹ്മണപാദശൗചാത്മ ഉപമയാണ്. ബ്രാഹ്മണപാദശൗചം ദൂരെ കളയേണ്ടതാണ് എന്നാണ്. എന്താ കാരണം വെച്ചാൽ അത് ചവിട്ടാൻ പാടില്ല, അവിടെ ദൂരെ കൊണ്ടേ കളയണം. ചവിട്ട് തട്ടാത്ത സ്ഥലത്ത് വേണം ബ്രാഹ്മണരെ കാലു കഴിച്ച വെള്ളം കളയാൻ
നമ്മൾ ചവിട്ടിയ പാപമാണ്. അതുകൊണ്ടാണത് സ്ത്രീശുദ്ധാണെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ബ്രാഹ്മണ പാദശൗചം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കാല് കഴുകിയ വെള്ളം മോശമാണെന്നല്ല, തിരിച്ചാ. അത്രയും ശ്രേഷ്ഠമാണ്. അത് ചവിട്ടിയാൽ നമുക്ക് പാപം ഉണ്ടാവും. പൂവ് ചവിട്ടിയ പാപമാണ്. പൂവ് നന്നല്ലാഞ്ഞിട്ടാണല്ലോ, അല്ലല്ലോ പറയണതാണോ? പൂവ് അത്രയും ശ്രേഷ്ഠമാണ്, അതുകൊണ്ടാണ് ചവിട്ടരുത്. ബ്രാഹ്മണ പാദശൗചം ചവിട്ടരുത് എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്, അത്രയും കേമാണെന്നർത്ഥം. അതുപോലെ ഇവിടെ ഉപമയാണ്. ഞങ്ങൾ നിന്ദ്യരാണ്, ഇവിടെ ചവിട്ടാൻ പാടില്ല എന്നുള്ള പ്രവൃത്തി നിന്ദ്യം എന്നാണ് എടുക്കേണ്ടത് കേട്ടോ. ശൗചത്തിനല്ല നിന്ദ്യത, ചവിട്ടലിന്. തസ്സൈവമേകസ്യ പരാവരേശോ വ്യാസക്തചിത്തസ്യ ഗൃഹേഷ്വഭീഷണം നിർവേദ മൂലോ ദ്വിജശാപരൂപോ എത്ര പ്രസക്തോ ഭയമാശുധത്തെ. അകസ്യ പാപം ചെയ്തവനും, ഇവിടെ അകസ്യ എന്ന കർത്താവാണ്, പാപം ചെയ്തവനും ഗൃഹേഷു ഗൃഹങ്ങളിൽ അഭീഷ്ണം ഏറ്റവും ആസക്ത ചിത്തസ്യ ആസക്തമായ ചിത്തത്തോടു കൂടിയ തസ്യ മേ വീട്ടിനോടൊന്നും വല്ലാതെ പ്രതിപത്തി ആസക്തിയോ പാടില്ല ആത്മീയ തത്വപ്രകാരം. അപ്പം അങ്ങനെ കൂടിയ ഞങ്ങൾക്ക്, അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾക്ക് പരാവരേശ ഉത്കൃഷ്ടന്മാരും നികൃഷ്ടന്മാരും ഈശ്വരനായവൻ നിർവേദമൂല വൈരാഗ്യ കാരണമായ ദ്വിജശാപരൂപ ബ്രാഹ്മണ ശാപരൂപമായി വന്നു. നമ്മുടെയൊക്കെ പ്രവൃത്തികൾക്കുള്ള തെറ്റ് നമുക്ക് ഓരോ തരത്തിൽ അനുഭവിക്കേണ്ടി വരും. എൻ്റെ ആ തെറ്റിന് ബ്രാഹ്മണ ശാപമായിട്ട് എനിക്ക് ശിക്ഷ വന്നിരിക്കുന്നു. അടി പാർസൽ വരിക എന്നൊക്കെ നമ്മൾ പറയും, ശിക്ഷ പാർസലായിട്ട് വരിക വന്നിരിക്കുന്നു. പാർസൽ തന്നെയാണ് ഒരു കണക്കിന്, കാരണം അവിടുന്ന് ശാപം അറിയിച്ചത് അശരീരി മുഖാന്തരാണ്. അപ്പം നിർവേദമൂല അതുകൊണ്ട് നമുക്ക് പ്രപഞ്ച വൈരാഗ്യം ഉണ്ടാവും. ഞാൻ ചെയ്ത തെറ്റിന് ബ്രാഹ്മണ ശാപം, തക്ഷകം കടിച്ചു മരിക്കും എന്ന ശാപം എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് മഹർഷിമാരോട് പരീക്ഷിത്ത് പറയുകയാണ്. അകസ്യ ഞാൻ പാപനാണ്. തസ്യേമേ അകസ്യ പരാവരേശോ വ്യാസക്ത ചിത്തസ്ഥ ഗൃഹേഷ്വഭീഷണം. വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നിട്ട് മനസ്സ് ഈശ്വരനിൽ നിന്നിങ്ങനെ അകലും, വീട്ടുകാര്യങ്ങൾ ചിന്തിക്കും തോറും. അങ്ങനത്തെ ഞങ്ങൾക്കിതാ ബ്രാഹ്മണശാപം വൈരാഗ്യ കാരണമായിട്ട് വന്നു. ഇതിനൊരു കാരണം ഉണ്ടായാലേ ഇതിനൊന്നും വേണ്ടാന്ന് തോന്നുള്ളൂ. കാരണം കൂടാതെ സംഭവിക്കില്ലല്ലോ. ആ ഒരു കാരണം ഇതിനെ നല്ലതായിട്ട് ഞാൻ എടുക്കണു. ഈ ബ്രാഹ്മണശാപത്തിനെ അനുഗ്രഹമായിട്ടെടുത്തു. നിർവേദമൂലോ വൈരാഗ്യ കാരണം, നിർവേദമൂലോ ദ്വിജശാപരൂപോ. ബ്രാഹ്മണശാപ രൂപത്തിൽ എനിക്ക് വൈരാഗ്യം ഭഗവാൻ സൃഷ്ടിച്ചു, നന്നായി. ഇതിലിങ്ങനെ കടന്ന് തിരിഞ്ഞാണ്ടോ മുക്തി കിട്ടണു. എത്ര പ്രസക്തോ ഭയമാശുധത്തെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഭയത്തെ ധരിക്കുന്നു. ശാപം ഗൃഹാദി വിഷയങ്ങളിൽ പ്രസക്തനായിരിക്കുന്ന ഒരുവന് പെട്ടെന്നൊരു പേടിയോ ഭയമോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാമല്ലോ. അപ്പം അതുപോലെ ആ ശാപം ആ ഗൃഹത്തിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊരു ഭയം, എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഭയം. ഭയം ഉണ്ടായാലല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് നല്ലത് ചെയ്യുള്ളൂ. എനിക്കുണ്ടാക്കിയിരിക്കുന്നു. ശാപം കൊണ്ട് ഞാൻ ഭയത്തെ ആശ്രയിച്ചവനായിട്ട് തീർന്നു, ഭയന്നവനായി തീർന്നിരിക്കുന്നു. തമ്മോപയാതം പതിയന്തു വിപ്രാഗംഗാച ദേവീ ധൃതചിത്തമീശേ ദ്വിജോപസൃഷ്ടകുഹകത്തക്ഷകോവ ദശത്വലം ഗായത വിഷ്ണുഗാഥ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിഷ്ണുഗാഥ ഗായത, കൃഷ്ണകീർത്തനത്തെ ചെയ്യിൻ. മരിക്കണ സമയത്ത് ഒരൊറ്റ മാർഗ്ഗമേ നമുക്കുള്ളൂ, ശ്രേയസ്സിനെ വിഷ്ണുവിനെ കീർത്തിക്കുക, വേറെ ഒന്നുമില്ല എന്ന് പറയണം. എന്നെ ഉപയാതം ശരണാഗതൻ എന്ന ബ്രാഹ്മണരും ദേവീ ഗംഗാച ദേവതാസ്വരൂപിണിയായിട്ടുള്ള ഗംഗയും അറിയണം. ഗംഗയോട് പ്രാർത്ഥിക്കുകയാണല്ലോ, ഗംഗേ ഞാൻ ശരണാഗതനാണ്, നീ മനസ്സിലാക്കണേ. അല്ലയോ മഹർഷിമാരെ, നിങ്ങളും മനസ്സിലാക്കണേ. ഈശ്വര ധൃതചിത്തം വെച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ എന്നെ, ഇപ്പം എൻ്റെ മനസ്സെവിടെയാ? ഈശ്വരനിലാണ്, മറ്റൊരു സ്ഥലത്തും പോകുന്നില്ല. കാരണം മരണം ഉറപ്പായി കഴിഞ്ഞു. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ മരിക്കുകയാണ്. ഒരു മാറ്റമില്ലല്ലോ. ബ്രാഹ്മണശാപം ഉണ്ടോ? മാറുന്നു. അതുകൊണ്ട് എനിക്കിനി 7 ദിവസമേ ആയുസുള്ളൂ. നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അവധിയുണ്ട് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഈ അത്യാസക്തി
പാപവും ചെയ്യാനുള്ള വാസന കുറയും എന്നാണ്. എന്തെന്നെ ആയാലും ഒരു അവധി വരെയില്ലേ ഉള്ളൂ. ഒരു പോക്ക് ഇവിടുന്ന് പോകണം ഇല്ലേ? എല്ലാ യാത്രയ്ക്കും നമ്മൾ ഒരുങ്ങും. വെള്ളം എടുത്തിട്ടും ബിസ്ക്കറ്റ് എടുത്തിട്ടും പഴം എടുത്തിട്ടും ബാഗ് എടുത്തിട്ടും ഡ്രേഷ് എടുത്തിട്ടും. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒന്നും ഒരുങ്ങാനില്ല, യാതൊന്നും ഒരുങ്ങാനില്ല. നമ്മുടെ ശരീരം കൂടി ഇവിടെ ഇട്ടിട്ടാണ് പോകണം. ഒന്നും തയ്യാറാവാത്ത ഒരു യാത്രയാണത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, സൽക്കർമ്മങ്ങൾ ചെയ്യാറാവുന്നെ വേണം. അതാണ് വേണ്ടത്. അല്ല യാത്രയിൽ വാഹനം പോലും ഏൽപ്പിക്കേണ്ട, ടാക്സി വേണ്ട, പ്ലെയിൻ ബുക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. ഒക്കെ ചെയ്തേണ്ടവർ ചെയ്തോളും. പക്ഷെ ഒന്ന് ചെയ്യണം, അതിന് വേണ്ട ചില സൽക്കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് സമ്പാദിക്കാനുള്ളൂ. ഒരു സമയമായാൽ വരും. അപ്പോൾ ആ ഒരു അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ. ധൃതചിത്തം, അതുകൊണ്ട് എന്തായി, മനസ്സ് ഈശ്വരങ്കൽ ഉറച്ചു. ഒരിക്കലും തീരാത്ത അവധി ഇല്ലാത്ത ഒന്നിൽ ഏതേ ഉള്ളൂ, ഈശ്വരനേ ഉള്ളൂ. അതിൽ മനസ്സുറപ്പിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടി വരില്ല. ആ എന്നെ ദ്വിജോപസൃഷ്ട ബ്രാഹ്മണന് പ്രേരിപ്പിക്കപ്പെട്ട വഞ്ചകനായ തക്ഷകൻ കടിച്ചോട്ടെ, എനിക്ക് പേടിയില്ല. ബ്രാഹ്മണ ശാപത്താൽ വരുന്ന തക്ഷക ശാപത്തെ എനിക്ക് പേടിയില്ല. അവിടെ മരണകാരണം അതായിരുന്നല്ലോ, അല്ലെങ്കിൽ വേറൊരു കാരണം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മുമ്പേ അവിടെയാണ് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല കേട്ടോ. 5 കൊല്ലാവാം, 4 കൊല്ലാവാം. പക്ഷെ അതെങ്ങനെ ജീവിച്ചു അതിനാണ്. കുറേ കൊല്ലം ജീവിച്ചു, വല്ല കാര്യമുണ്ടോ? ഒരാൾക്ക് ഉപകാരമില്ല വെച്ചാൽ. ഇപ്പോൾ സമ്പാദിച്ചു, അതുകൊണ്ടുമില്ല. ഈശ്വര ചിന്തയോട് കൂടി ഇവിടെ കഴിച്ചു കൂട്ടിയ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് ധന്യമാണ് എന്നാണ് പറയണത്. തറ കുറച്ചായിക്കോട്ടെ. അതുകൊണ്ട് ഗായധ വിഷ്ണുഗാഥ, ആ വിഷ്ണുഗാഥയെ നിങ്ങൾ പാടിയിട്ട് എന്നെ സമാധാനിപ്പിച്ച് തരയണമേ, അപേക്ഷയാണ്. തമ്മോപയാതം പ്രതിയന്തു വിപ്രാ ഗംഗ, വിപ്രന്മാരെയും ഗംഗാദേവിയെയും നമസ്കരിച്ചുകൊണ്ട് ഞാനിതാ അപേക്ഷിക്കുന്നു. ഗംഗാചദേവി ധൃതചിത്തം ഈശേ, ഈശനായിരിക്കുന്ന ഭഗവാൻ ഉറപ്പിച്ച ചിത്തത്തോടു കൂടിയിട്ട് ഇതാ മരണം അവധിക്ക് കാരണം ദ്വിജോപസൃഷ്ടകുഹകത്തക്ഷകോവ, തക്ഷകം കടിച്ചു മരിക്കുമെന്ന അവധി നിശ്ചയിക്കപ്പെട്ട എന്നിൽ നിങ്ങൾ കാരുണ്യം ചൊരിയണം. വേറെ ഒന്നും വേണ്ട. ദശത്വലം ഗായഥ വിഷ്ണുഗാഥ, മരിക്കുമ്പോൾ ഒറ്റ കാര്യം നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ, രണ്ടാമതൊരു കാര്യമില്ല. എന്താ അത്? വിഷ്ണുഗാഥ. ഭഗവാന്റെ കഥകൾ ചിന്തിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, അല്ലാതൊരു കാര്യമില്ല. പുനശ്ച ഭൂയാത് ഭഗവത്യനന്ദേ രതിപ്രസംഗച്ഛ തദാശ്രയേഷു മഹസ്തുയാം യാം ഉപയാമി സൃഷ്ടിം മൈത്രസ്തു സർവത്ര നമോ ദിജേഭ്യ. യാം യാം സൃഷ്ടിം, ഏതേത് സൃഷ്ടിയെ, ഉപയാമി ഞാൻ പ്രാപിക്കുന്നുവോ, അനന്തേ അപരിച്ഛേദനായ ഭഗവാനിൽ, അനന്തേ ഭഗവതി അല്ലെങ്കിൽ ഭഗവതി അനന്തേ, ഭഗവാനായിരിക്കുന്ന അനന്തനിൽ, രതി പ്രേമം, തദാശ്രയേഷു അവനാകുന്ന ആശ്രയത്തോടു കൂടിയിട്ടുള്ള ഭക്തന്മാരിലും, തദാശ്രയേഷു മഹത്സു ഈശ്വരനെ ആശ്രയിക്കുന്ന മഹാന്മാരെ നമസ്കരിച്ചാൽ ഈശ്വരനെ നമസ്കരിച്ച പോലെ ചെയ്യുന്ന. 2 ശരീരമുണ്ട് അത്രേ ഭഗവാൻ. ഒന്ന് ഈശ്വരൻ്റെ ശരീരവും മറ്റൊന്ന് സജ്ജനങ്ങളുടെ ശരീരം. രണ്ടും ഭഗവത് ശരീരമാണ്. ഉഭയലിംഗം ഒരുപാട് ദിക്കിൽ ഭാഗവത്തിൽ പറയും. 2 ശരീരത്തെ എനിക്ക് നമസ്കരിക്കാൻ തരാവണേ. എന്താ? ഒന്ന് ഭഗവാനും 2 ഭക്തന്മാരും. ഈശ്വരൻ്റെ ശരീരം തന്നെയാണ് അവർ. മഹത്സു പ്രസംഗ, ചേർച്ചയും, ഭക്തന്മാരോടുള്ള ചേർച്ച ഉണ്ടാവട്ടെ. പുന ഭൂയാത് ഭവിക്കട്ടെ. സർവത്ര മൈത്രി, ആരോടും ശത്രുതാഭാവം ഇല്ലാതിരിക്കട്ടെ. അസ്തു ഭവിക്കട്ടെ. മൈത്രിയസ്തു സർവത്ര, എല്ലാവരോടും മൈത്രീഭാവം, ആരോടും വിരോധഭാവം ഇല്ലാതിരിക്കുക. നമോ ദിജേഭ്യ, എല്ലാ ബ്രാഹ്മണർക്കായിക്കൊണ്ടും നമസ്കാരം. ബ്രാഹ്മണർ ഈശ്വരചിന്ത സദാ വെച്ച് നടക്കുന്നവർ. ജനനം കൊണ്ടുള്ള ബ്രാഹ്മണ്യത്വമേ അല്ലാട്ടോ അത്. മൈത്രിയത്തു സർവത്ര നമോ ദിജേഭ്യ, എല്ലാ ബ്രഹ്മജ്ഞാനികൾക്കും നമസ്കാരം. ഭഗവാന്മാരിലും ഭക്തന്മാരിലും എനിക്ക് സംഘം ഉണ്ടാവട്ടെ. സംഘത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിശ്ചലതത്വമൊക്കെ ഭജഗോവിന്ദത്തിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പലതും, ഇല്ലേ?
അപ്പം ആ സംഘം എനിക്കുണ്ടാവട്ടെ. ഇത് സ്മരാജ വ്യവസായയുക്തൈ പ്രാചീനമൂലേഷു കുശേഷു ധീര ഉദമ്മുഖോ ദക്ഷിണകൂല ആസ്തേ സമുദ്രപത്ന്യാ സ്വസുതന്യസ്തഭാര ഇതി അത്യവസായുക്ത പ്രകാരം നിശ്ചയിച്ചതായ സ്വസുതന്യസ്തഭാര തൻ്റെ പുത്രനാൽ വയ്ക്കപ്പെട്ട ഭാരത്തോടു കൂടിയവനും പുത്രനിൽ വയ്ക്കപ്പെട്ട ഭാരത്തോടു കൂടിയവനും സ്വസുത ന്യസ്തഭാര രാജ്യഭാരം പരീക്ഷിത്ത് ആരിലെ ഏൽപ്പിച്ചു? തൻ്റെ പുത്രനിൽ ഏൽപ്പിച്ചു. സ്വസുത ന്യസ്തഭാര തൻ്റെ പുത്രനിൽ ഭാരം ഏൽപ്പിച്ചിട്ട് പ്രാചീനമൂലേഷു കിഴക്കോട്ട് തലപ്പോടു കൂടിയ ദർഭപ്പുല്ലിൻ്റെ അറ്റം എപ്പോഴും കിഴക്കോട്ടാക്കിയിട്ടേ വയ്ക്കാവുന്ന. പിതൃകർമ്മത്തിൽ മാത്രം തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും ദർഭപ്പുല്ലിൻ്റെ അറ്റം വയ്ക്കരുത് എന്നാണ്. വയ്ക്കാറില്ല. ഉത്തമകർമ്മങ്ങൾ അണച്ചാൽ കിഴക്കോട്ടും വടക്കോട്ടും വയ്ക്കാം. പിതൃകർമ്മം അണച്ചാൽ തെക്കോട്ടും വയ്ക്കും. പക്ഷെ പടിഞ്ഞാട്ട് വയ്ക്കാറില്ല. സാധാരണ വടക്കോട്ടും വയ്ക്കാറില്ല എന്നാണ്. കിഴക്കോട്ട് വയ്ക്കാം. പിതൃകർമ്മത്തിൽ തെക്കോട്ടും ദർഭപ്പുല്ല് തലയാക്കിയിട്ട് വയ്ക്കണം, തിരിച്ച് വയ്ക്കരുത് എന്നാണ്. അപ്പം അങ്ങനെ ഇവിടെ ആ കിഴക്കോട്ട് വടക്കോട്ട് മുഖത്തോടു കൂടി ഗംഗയുടെ തെക്കേ തീരത്തിൽ ഇരുന്നു. അപ്പം ഗംഗ കിഴക്ക് പടിഞ്ഞാറ് ഒഴുകുന്ന ഒരു ഭാഗമാവണം അവിടെ. കിഴക്ക് പടിഞ്ഞാറ് ഒഴുകി സമുദ്രത്തിൽ പതിക്കുകയാണല്ലോ. തെക്കേ തീരത്ത് ഇരുന്ന് വടക്കോട്ട് നോക്കി പരീക്ഷിത്ത് ഇരുന്നു. ഏവഞ്ച തസ്മിന്നരദേവദേവേ പ്രായോപവിഷ്ടേ ദിവിദേവസംഗ പ്രശസ്യ ഭൂമോ വികിരൻ പ്രസൂനേർമുദാ മുകുർദുന്ദുവയച്ചനേതു. മഹത്തായിരിക്കുന്ന ഒരു കഥാപ്രസംഗം ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു ദേവന്മാരെ. കഥാപ്രസംഗം നടക്കുന്ന സ്ഥാനം അത്രയധികം ശുദ്ധാണ്. ദേവന്മാർ കൂടി അസൂയപ്പെടുന്നു. കഥാപ്രസംഗം നടക്കുന്ന സ്ഥലത്ത് ഈശ്വരകഥയാവണം, അല്ലാത്ത കഥാപ്രസംഗം അല്ല കേട്ടോ. അത് അസൂയപ്പെടേണ്ട ഒരു സ്ഥലമാണെന്നാണ്. അത്രയധികം വിശിഷ്ടമാണ്. അതുകൊണ്ട് ദേവന്മാർ പ്രൊട്ട് ചെയ്തു ഈശ്വരകഥ പറയുന്ന സ്ഥലമാണ്. ഏവം ച തത്മിന്നരദേവദേവേ രാജാധിരാജൻ പ്രകാരം പ്രായോപവേശം ചെയ്തപ്പോൾ ദിവി ആകാശത്തിലുള്ള ദേവസംഘാഹ ദേവസമൂഹങ്ങൾ അർത്ഥം വ്യക്തം പ്രശംസിച്ചിട്ട് നന്നായി ഈശ്വരകഥ 7 ദിവസം കേൾക്കാലോ, ഇവിടെ ഉണ്ടാവുമല്ലോ, നല്ലൊരു കാര്യം 7 ദിവസം ഉണ്ടാവുമല്ലോ. മുദാ വികിരൻ വളരെയേറെ വികിരണം ചെയ്തു. പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നർത്ഥം. പ്രസൂനെ പുഷ്പവൃഷ്ടി ഉണ്ടായി, വികിരണം ചെയ്തു. ദുന്ദുഭിവാദ്യങ്ങൾ ഘോഷിക്കപ്പെടുകയും ചെയ്തു. ഏവഞ്ച തത്മിന്നരദേവദേവേ പ്രായോപവിട്ടേ ദിവിദേവസംഗ പ്രശസ്യ ഭൂമോ വികിരൻ പ്രസൂനേർ പുഷ്പങ്ങൾ വർഷിച്ചു. മുദാ മുകുർദുന്ദുവയച്ചനേതു ദേവദുന്ദുവികളൊക്കെ അവിടെ മുഴങ്ങി. മകഷ്ടയോ വൈസമുപാഗതായേ പ്രശസ്യതാദിത്യനുമോദമാന ഊജുപ്രജാനുഗ്രഗശീരസര യദുത്തമശ്ലോകഗുണാഭിരൂപം. സം ഉപാഗത അവിടെ വന്നെത്തിയ ഉപാഗതന്മാരായ മഹർഷയ പ്രജാനുഗ്രഹശീലസാര പ്രജകളെ അനുഗ്രഹിക്കുന്നതിൽ താല്പര്യമുള്ളവർ. പ്രജാ അനുഗ്രഹശീലസാര സാധു ഇതി നന്നായി അതന്നെയാണ് വേണ്ടത്. വളരെ നന്നായി. അത് പറയുന്നതിൽ കൂടെ വേറുള്ളവർക്കും കേൾക്കാമല്ലോ, പരീക്ഷത്തിന് മാത്രമല്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഈശ്വരകഥ കേൾക്കാൻ തരായല്ലോ എന്നാണ്. അത് വലിയൊരു ഭാഗ്യമാണ്, ചെയ്തൊരു വലിയൊരു കാര്യമാണ് ചെയ്യണമെന്നാണ്. സാധുതി അനുമോദമാന എല്ലാവരും അഭിനന്ദിച്ചു. നന്നായി ഞങ്ങൾക്കും കേൾക്കാലോ. അനുമോദിക്കുന്നവരായിട്ട് പ്രശംസിച്ചിട്ട് യദുത്തമ ശ്ലോക ഗുണാഭിരൂപം ശ്രീകൃഷ്ണൻ്റെ ഗുണങ്ങൾ കൊണ്ട് മനോഹരമായ കഥ. കഥയുടെ ഗുണം എന്ന് വെച്ചാൽ കൃഷ്ണമാഹാത്മ്യം പാടുന്നതാണ് ആ ഗുണങ്ങൾ. കഥകളെ ആ ഒരു കഥയ്ക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ വേറെ എന്തിനാ സാധിക്കുക? കൃഷ്ണമാഹാത്മ്യം
വർണ്ണിക്കുന്നതായിട്ടുള്ള കഥ കേൾക്കാനായിട്ട് അവസരം ഉണ്ടായില്ലോട്ട് പറഞ്ഞ് അവരെല്ലാവരും മഹാഭാഗ്യമായിട്ട് അതിനെ കണക്കാക്കി. മഹഷ്ടയോ വൈസമുപാഗതായി പ്രശസ്യ സാബ്ദി നന്നായി 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 സാബ്ദിത്യനുമോദമാന ഊജുപ്രജാനുഗ്രഹശീലസാര യദുത്തമ ശ്ലോക ഗുണാഭിരൂപം. യദുത്തമൻ കൃഷ്ണൻ. കൃഷ്ണൻ്റെ ആഹാത്മ്യം നിറഞ്ഞ കഥകൾ കേൾക്കാനായിട്ട് തരായിലോ എന്ന് സ്വയം സന്തോഷിച്ചു. നവ ഇതൻ രാജശിവര്യ ചിത്രം ബവത്സു കൃഷ്ണം സമനു വ്രതേഷു ഏധ്യാസനം രാജകിരീടചുട്ടം സത്യോ ജഗുർ ഭഗവത് പാർശ്വകാമ. ഏ രാജശിവര്യ എന്ന് വിളിക്കുകയാണ്. രാജശികളിൽ ശ്രേഷ്ഠനായ പരീക്ഷിത്തെ കൃഷ്ണം സമനു വ്രതേഷു, കൃഷ്ണനെ ആശ്രയിച്ചിരിക്കുന്ന ഭവാന്മാരിൽ, പരീക്ഷിത കൃഷ്ണഭക്തൻ്റെ ലിസ്റ്റിൽ പെട്ടുല്ലോ, നിങ്ങളെപ്പോലുള്ളവരിൽ ഇതം അത്ഭുതമില്ല, നിങ്ങൾക്ക് ഇതേ ചേരൂ, ചേരണതല്ലേ ചേരണോട് ചേരുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കിത് യാതൊരു അത്ഭുതമില്ല. ഹംസപക്ഷികൾ ശുദ്ധമായിട്ടുള്ള തീർത്ഥങ്ങളിലേ കാണൂ, കാക്കകളോ കലങ്ങിയ വെള്ളത്തിലേ അവർക്ക് ഇഷ്ടമുള്ളൂ എന്ന്. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ശുദ്ധന്മാരിൽ ഈശ്വരകഥയിൽ താല്പര്യം ഉണ്ടായതിൽ അത്ഭുതമൊന്നുമില്ല. യാതൊരുത്തർ ഭഗവത് പാർശ്വകാമ, ഭഗവാന്റെ സന്നിധാനത്തെ ആഗ്രഹിക്കുന്നവരായിട്ട് എന്തുണ്ടാവും? കിരീടത്തെ പോലും നിസ്സാരമായിട്ട് ഉപേക്ഷിച്ചു. നാമസ്കന്ധത്തിലെ 24 അധ്യായത്തിൽ പറയുന്ന രാജാക്കന്മാരൊക്കെ അതിസമ്പന്നന്മാരും കേമന്മാരുമാണ്. പക്ഷേ അവർക്ക് ആ രാജ്യ അധികാരത്തിൽ ഒരു ശ്രദ്ധയോ അഭിമാനവും ഉണ്ടായിരുന്നില്ല. രാജ്യാധികാരം ഈശ്വര സേവയ്ക്ക് വേണ്ടി പുല്ലുപോലെ ഉപേക്ഷിച്ചവരാണവർ, വലിച്ചെറിഞ്ഞവരാണവർ. അതുകൊണ്ട് എന്ത് കിട്ടും? അതുകൊണ്ട് രാജാവേ, നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, മഹത്തായിട്ടുള്ള ഈശ്വരകഥ, ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. കാരണം കിട്ടാൻ പോണത് എന്താ? അതിനേക്കാളും ഒക്കെ മഹാത്മ്യമുള്ളത് അല്ലേ? ആ മഹത്വം നമുക്കാണ്ട് ബോധ്യമായാൽ എത്ര ആൾക്കാർ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഈശ്വരകഥയിൽ ലയിച്ച് അങ്ങനെ നീങ്ങണു. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിന് താഴെയുള്ളൂ. ഏധ്യാസനം രാജകിരീടചുഷ്ടം സദ്യോജകുർ ഭഗവത് പാർശ്വകാമ. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഏത് മറ്റ് സംഗതികളും പുല്ലുപോലെ, കിരീടം, രാജ്യാധികാരം അടക്കം ഉപേക്ഷിച്ചതായിട്ടുള്ള നിങ്ങൾക്ക് ഇത് ഉചിതം തന്നെ. ശരകഥ കേൾക്കൽ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള മഹാന്മാർക്ക് എല്ലാറ്റിലും വെച്ചിട്ട് പ്രധാനം. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.